എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ ടാക്സ് എത്രയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത്, അതേപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി, ക്രിപ്റ്റോ ടാക്സ് ലയബിലിറ്റി മാക്സിമം എങ്ങനെ കുറയ്ക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ടാക്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അത് കാരണം കൊണ്ട് തന്നെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമ്മളിതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളും അതേപോലെ തന്നെ ജനറലി ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെഷനിൽ എന്നെ അറിയിക്കുക. സോ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്ക്ലൈമറാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മണി ലോണ്ടറിങ്ങോ ടാക്സ് ഇവേഷനോ ടാക്സ് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ ഉള്ള ഒരു വീഡിയോസ് ആയിട്ട് ആരും എടുക്കരുത്. പകരം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു വീഡിയോ ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്, ഇൻ്റർനെറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെയും മറ്റും ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റീഡിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലിങ്ക് വിസിറ്റ് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് അത്തരത്തിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ക്രിപ്റ്റോ ടാക്സിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം 30% ഫ്ലാറ്റ് ടാക്സ് ആണ് ക്രിപ്റ്റോയ്ക്കുള്ളത്. ഓക്കെ, അതിപ്പോൾ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിലും സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും മൈനിങ് ആണ് എന്നുണ്ടെങ്കിലും സ്റ്റേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എയർ ഡ്രോപ്പ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാത്തിനും 30% ഫ്ലാറ്റ് ആയിട്ടുള്ള ടാക്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നോർമലി ഇൻകം ടാക്സിന് ഒരു സ്ലാബ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് സാലറി, നമ്മുടെ വരുമാനം പെർ ഇയർ 4 ലാഖിൻ്റെ താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സാലറി 4 ലക്ഷം മുതൽക്ക് 8 ലക്ഷം വരെയാണ് പെർ ഇയർ എന്നുണ്ടെങ്കിൽ നമുക്ക് 5% ടാക്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് നോർമലി ഒരു ഇൻകം ടാക്സ് സ്ലാബ് ഉണ്ട്. ആ ഏത് സ്ലാബിലാണോ നമ്മൾ പെടുന്നത് അതിനനുസരിച്ച് ടാക്സ് അടച്ചാൽ മതി അല്ലേ. പക്ഷേ ക്രിപ്റ്റോ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂൾസാണ്. നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും, അതിപ്പോൾ 100 രൂപ നമ്മൾ ക്രിപ്റ്റോയിലൂടെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% റുപ്പീസ് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇനിയിപ്പോൾ അത് 1000 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 300 രൂപ ടാക്സ് അടയ്ക്കണം. 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 30,000 ടാക്സ് അടയ്ക്കണം. അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. അതിന് എത്ര രൂപ ഉണ്ടാക്കിയാലും നമ്മൾ ടാക്സ് അടയ്ക്കണം. അഡീഷണലി അതിൻ്റെ കൂടെ ഒരു 4% സെസ്സും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ വാല്യൂ 50,000 മുകളിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ 1% TDSും അപ്ലിക്കബിൾ ആണ് നമ്മൾ ക്രിപ്റ്റോ സെല്ല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ 30% ഫ്ലാറ്റ് ടാക്സ് ഉണ്ട്, അഡീഷണലി 4% സെസ് ഉണ്ട്, അതുകൂടാതെ തന്നെ 1% TDSും ഉണ്ട്. ടാക്സബിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊരു ഒരു ടാക്സബിൾ ഇവൻ്റാണ്. നമ്മൾ ക്രിപ്റ്റോ സെല്ല് ചെയ്യുമ്പോൾ അതൊരു ടാക്സബിൾ ഇവൻ്റാണ്. ഒരു ക്രിപ്റ്റോ നമ്മൾ വേറൊരു ക്രിപ്റ്റോ ആയിട്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ കൊടുത്തിട്ട് ഇത്തേറിയം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇത്തേറിയം സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ BNB സൊലാന പോലുള്ള ടോക്കണുകളാക്കി മാറ്റി, അതൊക്കെ ഓരോ ടാക്സബിൾ ഇവൻ്റാണ്. നമ്മൾ അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ടാക്സ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ക്രിപ്റ്റോ കിട്ടുകയാണ്, ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഉണ്ട്. നമ്മൾ എവിടെ നിന്നെങ്കിലും ക്രിപ്റ്റോയിൽ നമ്മൾ സാലറി റിസീവ് ചെയ്യുകയാണ്, ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തു, അതിന് എഗെയിൻസ്റ്റ് നമുക്ക് ക്രിപ്റ്റോയിൽ നമുക്ക് സാലറി റിസീവ് ചെയ്തു, അതിന് ടാക്സ് ഉണ്ട്. മൈനിങ്ങിന് ടാക്സ് ഉണ്ട്. നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ട് സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് ക്രിപ്റ്റോ കിട്ടിയാൽ അതിന് ടാക്സ് ഉണ്ട്. എയർ ഡ്രോപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിന് ടാക്സ് ഉണ്ട്. എല്ലാത്തിനും ഫ്ലാറ്റ് ആയിട്ടുള്ള 30% ടാക്സ് ആണ്. അതുമാത്രമല്ല, നമ്മൾ ടാക്സ് ഫയൽ ചെയ്ത സമയത്ത് അതിന് ഒരു ഡിഡക്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻകേർഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഫീസ്, മൈനിങ് കോസ്റ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ.
അതേപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന നഷ്ടങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ലാഭങ്ങളുണ്ടാവും. പക്ഷേ നഷ്ടങ്ങൾ നമുക്ക് ഒരിക്കലും മറ്റു ഇൻകമായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഇപ്പോൾ ഇൻകം ടാക്സ് പോലെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉള്ള പോലെ നമുക്കിപ്പോൾ ഒരു വർഷം നമുക്ക് നഷ്ടമാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത വർഷം നമുക്ക് ലാഭമാണ് എന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ഇൻകം ടാക്സ് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ലോസ് ഓഫ്സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് കിട്ടിയാൽ ടാക്സ് ഉണ്ട്, മൈനിങ്ങിന് ടാക്സ് ഉണ്ട്, ഗിഫ്റ്റിന് ടാക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ടാക്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈവൻ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അവരായിട്ട് തന്നെ TDS കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് മാനുവലി നമ്മൾ TDS കാര്യങ്ങൾ ഫയൽ ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ ക്രിപ്റ്റോൻ്റെ ടാക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അങ്ങനെയുള്ള യാതൊരു നിയമങ്ങളും ഇല്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ 1 ഇയർ നമ്മൾ ഹോൾഡ് ചെയ്താൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്, 1 ഇയറിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. രണ്ടിനും ഡിഫറെൻറ്റ് റേറ്റ് ആണ് ഉള്ളത്. പക്ഷേ ക്രിപ്റ്റോൻ്റെ കേസിൽ നമ്മൾ ഒരു ദിവസം ഒരു ക്രിപ്റ്റോ ഹോൾഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം സെല്ല് ചെയ്താലും ഒക്കെ 30% ടാക്സ് ആണ്. ഇനി അതല്ല നമ്മളൊരു 10 വർഷം ഹോൾഡ് ചെയ്തിട്ട് വിറ്റാലും 5 വർഷം ഹോൾഡ് ചെയ്തിട്ട് വിറ്റാലും എല്ലാം ഫ്ലാറ്റ് ആയിട്ടുള്ള റേറ്റ് ആണ്. അങ്ങനെയുള്ള ഒരു ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിപ്റ്റോ നിയമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അത്തരത്തിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം, ടാക്സ് ഇവേഷൻ കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫൈൻ ഉണ്ട്. 50 to 200% വരെ പെനാൽറ്റി ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ P2P ഒക്കെ ചെയ്യുന്ന പല ആളുകൾക്കും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് P2P ചെയ്യുന്ന ആളുകൾ ടാക്സ് സോഴ്സ് കാര്യങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 30% വരെ ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നു പറഞ്ഞിട്ട് റീസെൻ്റ്ലി ന്യൂസിലും മറ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാഷ്വലായിട്ട് വിടുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈന് കാര്യങ്ങൾ നമ്മൾ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിനായിട്ടുള്ള ഹൈലൈറ്റ്സ്. അപ്പോൾ ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കേട്ടാൽ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാവും ഇന്ത്യയിലിപ്പോൾ നിലവിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോ ടാക്സേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ അഡോപ്ഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരിക്കലും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഏതൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും മനസ്സിലാവും അല്ലേ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു റീസെൻ്റ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഒഴിവാക്കിയിട്ട് പുറത്ത് പോകുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. സോ ക്രിപ്റ്റോയിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളെല്ലാം ക്രിപ്റ്റോ മേഖലനെ വലിയ രീതിയിൽ ഡിസ്കറേജ് ചെയ്യാനും അടിച്ചമർത്താനും ഉള്ള ഒരു ലോസാണ് എന്നുള്ളത് ഏതൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും മനസ്സിലാവും. ഓക്കെ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ ടാക്സ് കാൽക്കുലേഷനാണ്. ഓക്കെ. അത് മെയിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ പൈസ കൊടുത്ത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം, അത്തരത്തിലുള്ള പല സിനാരിയോസും എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിനെത്ര ടാക്സ് കാര്യങ്ങൾ വരും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇനി നമ്മൾ വരുന്ന സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാൽക്കുലേഷൻ എന്ന് നോക്കാം. സോ സ്പോട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തേറിയം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ സൊലാന വാങ്ങിച്ചു. ഇതെല്ലാം സ്പോട്ട് മാർക്കറ്റിലാണ് അല്ലേ, സ്പോട്ട് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ടാക്സ് എന്ന് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒരു റാൻഡം സിനാരിയോ എടുത്ത് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിലൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു CoinDCXൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളതിന് ബിറ്റ് കോയിൻ വാങ്ങിച്ചു. അത് നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളത് സെല്ല് ചെയ്തു. അപ്പോഴേക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഡബിളായി. നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് സെല്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് എന്തിൻ്റെ ബേസിലാണ്? പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ 1 ലക്ഷം രൂപയിലാണ് നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ, സെല്ല് ചെയ്ത പ്രൈസ് 2 ലക്ഷം വാല്യൂവിനാണ്, പ്രോഫിറ്റ് 1 ലക്ഷം രൂപ. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സിമ്പിളാണ്. 30% എന്ന് പറയുമ്പോൾ 30,000 ആണ് ടാക്സ്, പ്രോഫിറ്റിലുള്ള ടാക്സ്. ഓക്കെ. ഇനി അഡീഷണലി
4% സെസ്സും അപ്ലിക്കബിൾ ആണ് പ്രോഫിറ്റിൻ്റെ മീതെ. ഓക്കെ, അപ്പോൾ 30,000-ൻ്റെ 4% എന്ന് പറയുമ്പോൾ 1,200 രൂപയാണ് സെസ് എന്ന് പറയുന്നത്. അതേപോലെ അപ്പോൾ ടോട്ടൽ ടാക്സ് പേയബിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 31,200 രൂപയാണ് ടാക്സ് പേയബിൾ. അത് കൂടാതെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് ഉള്ള ക്രിപ്റ്റോ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ, ബിറ്റ് കോയിൻ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്ചേഞ്ച് 1% TDS നമ്മുടെ കയ്യിൽ നിന്ന് അപ്ഫ്രണ്ട് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നത് 1,98,000 രൂപയായിരിക്കും. പക്ഷേ ഈ ഒരു 2,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കിത് TDS നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ റിമൈനിങ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 29,200 മാറും. അതായത് നമ്മൾ ടോട്ടൽ ഇവിടെ ടാക്സ് കൊടുക്കേണ്ട കാൽക്കുലേറ്റ് ചെയ്തത് 31,200, അതേ മൈനസ് ഈ ഒരു TDS ഓൾറെഡി പേ ചെയ്ത TDS നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 29,200 ടാക്സ് പേയബിൾ. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 29,200. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ 1 ലക്ഷം രൂപ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് 2 ലക്ഷം രൂപയായി, നമ്മൾ 1 ലക്ഷം രൂപ അതിൽ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ഫസ്റ്റത്തെ സിനാരിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തേറിയത്തിൽ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ആ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് 1 ലക്ഷം രൂപ ലോസ് വന്നു എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു കോയിനിൽ നമ്മൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഒരു കോയിനിൽ നമ്മൾ 1 ലക്ഷം രൂപ ലോസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മളവിടെ ടോട്ടലി നമുക്ക് കിട്ടിയത് എത്രയാണ്? 1 രൂപ പോലും നമ്മുടെ അവിടെ ലോസ് ഉണ്ടാക്കിയില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ല. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ തന്നെയാണ് അവിടെ ഉള്ളത്, അല്ലേ? പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ടാക്സ് ഇപ്പോൾ ക്രിപ്റ്റോൻ്റെ ടാക്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇതിനുള്ള റീസൺ എന്താണ്? ക്രിപ്റ്റോ ലോസ് കനോട്ട് ബി ഓഫ്സെറ്റ് എഗെയിൻസ്റ്റ് ഗെയിൻസ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കണം, പക്ഷേ നമ്മൾ ലോസ് ഉണ്ടാക്കിയത് ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30% ടാക്സ് ഓൺ പ്രോഫിറ്റ്. അതായത് ബിറ്റ് കോയിനിൽ ഉണ്ടാക്കി 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 30,000 രൂപ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഓൺ ടോപ്പിൽ നമ്മൾ 4% സെസ് കൊടുക്കണം. അതേപോലെ തന്നെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി അപ്പോൾ എത്രയായി? 31,200 അല്ലേ? ഇനി നമ്മൾ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. സോ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ക്രിപ്റ്റോയിൽ പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ INR കൊടുത്തിട്ട് VDS ക്രിപ്റ്റോ കറൻസികൾ ഡയറക്റ്റായിട്ട് സ്പോട്ടിൽ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികളുടെ ഓൺ ടോപ്പിൽ ഉള്ള ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലേ? നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എങ്ങനെയുള്ളത്? ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു F&O ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിലുള്ള ട്രേഡിങ്, അതിലുള്ള ഇൻകം ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു നമ്മൾ INR പെയറിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ഇൻകം ആണ്, ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലുള്ള 30% ഫ്ലാറ്റ് ടാക്സ് അപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ ഈ ഇൻകം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫയൽ ചെയ്യുന്നത് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഏത് അകത്താണോ വരുന്നത് അതിൻ്റെ ഇൻകം ടാക്സാണ് നമുക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിങ്ങിലൂടെ വരുന്ന നഷ്ടങ്ങൾ, ലോസ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസ് വെച്ചിട്ട് നമ്മൾ പല സിനാരിയോയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ സിനാരിയോ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ 3 ലക്ഷം രൂപ നമ്മൾ ബിറ്റ് കോയിനിലും ഇത്തേരിയത്തിലും സ്പോട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫ്യൂച്ചേഴ്സിൽ ലോങ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ബിറ്റ് കോയിനിൽ നമ്മൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കി, ഇത്തേരിയത്തിൽ 1 ലക്ഷം രൂപ ലോസ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ആയത് കാരണം കൊണ്ട് തന്നെ നമ്മളതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല, അല്ലേ? ഇനി അടുത്തൊരു സിനാരിയോ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി ഉദാഹരണത്തിന് നമ്മൾ 5 ലക്ഷം രൂപ നമ്മൾ INR പെയർ, ഓക്കെ, 5 ലക്ഷം രൂപ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ബിറ്റ് കോയിനിൽ ലോങ് ചെയ്തു എന്ന് വിചാരിക്കാം.
എന്നിട്ട് അത് പ്രോഫിറ്റ് സെല്ല് ചെയ്തത് 10 ലക്ഷം രൂപയ്ക്ക് സെല്ല് ചെയ്തു. അങ്ങനെ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ടോട്ടൽ ഇൻകം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏത് സ്ലാബിനകത്താണ് വരുന്നത്? രണ്ടാമത്തെ സ്ലാബാണ് അല്ലേ. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള ഈ ഒരു സ്ലാബിനകത്താണ്. അതിൻ്റെ പെർസെൻറ്റേജ് 5% ആണ് ടാക്സ്. അപ്പോൾ 1 ലക്ഷം 0 മുതൽക്ക് 4 ലക്ഷം വരെ ടാക്സ് നില്ലാണ്. അപ്പോൾ 4 ലക്ഷം മുതൽക്ക് 5 ലക്ഷം വരെയുള്ള 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. 5% ആണ് ടാക്സ്. 1 ലക്ഷം രൂപയ്ക്ക് 5000 ആണ് ടാക്സ്. അപ്പോൾ ഈ ഒരു അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7 ലക്ഷത്തിന് താഴെ ആയത് കാരണം കൊണ്ട് തന്നെ അണ്ടർ സെക്ഷൻ 87 പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 25,000 ടാക്സ് വരെ നമുക്ക് റിബേറ്റ് ഉണ്ട്. അതിന് മീതെയാണ് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു 5,000 25,000 താഴെ ആയത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും നമ്മൾ ഫൈനൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി പക്ഷേ നമ്മൾ ഇതാണോ ശരിക്കുള്ള ആക്ച്വൽ കാൽക്കുലേഷൻ? അല്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഏത് എക്സ്ചേഞ്ചിലും INR പെയറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ കോയിൻ DCX പോലുള്ള വസിറക്സ് പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് INR ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്പോട്ടിൽ നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പറ്റും, ഇത്തേറിയം വാങ്ങിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിലും P2P വഴി നമുക്ക് INR ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബിറ്റ് കോയിനും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഒരു എക്സ്ചേഞ്ചിലും നമുക്ക് INR പെയറിൽ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, പെർപ്പച്വൽ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ട് അല്ലേ. അതായത് നമ്മൾ INR ആദ്യം കൺവേർട്ട് ചെയ്ത് USDT ആക്കിയിട്ട് USDTയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് USDTയിലാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു 30% ഫ്ലാറ്റ് ആയിട്ടുള്ള ടാക്സ് നമ്മൾ സെൻസ് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയിലായത് കാരണം കൊണ്ട് തന്നെ അതിന് 30% ഫ്ലാറ്റ് ടാക്സ് ഓട്ടോമാറ്റിക്കലി അപ്ലിക്കബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ത്യയിൽ INR പെയറിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ടാക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. സോ നമ്മൾ ഇതേ സെയിം സിനാരിയോ നമുക്ക് ഒന്നും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ 5 ലക്ഷം രൂപയാണ്. നമുക്ക് ഈ 5 ലക്ഷം രൂപ നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പകരം നമ്മൾ എന്താണ് ചെയ്യുക? USDT ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ റേറ്റിൽ ഇപ്പോൾ 86 നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $5,814 ആണ്. USDT ആണ് നമ്മുടെ ക്യാപിറ്റൽ. നമ്മൾ അത് ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻ എടുത്തു. അങ്ങനെ നമ്മൾ $5,814, അതായത് 5 ലക്ഷം രൂപ നമ്മൾ പ്രോഫിറ്റായിട്ട് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ $5,814 എന്തായാലും നമ്മൾ 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? നമ്മൾ ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് വെർച്വൽ കറൻസിയിലാണ്, ഈ VDA വെർച്വൽ ഡിജിറ്റൽ അസറ്റിലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ 30%, 5 ലക്ഷം രൂപയുടെ 30% 1,50,000 രൂപ നമ്മൾ ടാക്സ് കൊടുക്കണം. ആ 1,50,000 മീതെ നമ്മൾ 4% സെസ്സും കൊടുക്കണം, 6,000 രൂപ കൊടുക്കണം. അതാണ് ടാക്സ് കാൽക്കുലേഷൻ. ഇനി നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള USDT കൺവേർട്ട് ചെയ്തിട്ട് INR ആക്കുന്ന സമയത്ത് അതൊരു സെൽ ട്രാൻസാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ P2P വഴിയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വഴിയോ നമ്മൾ ഈ ഒരു USDT സെല്ല് ചെയ്തിട്ട് INR ആക്കുമ്പോൾ ആ ഒരു സെൽ ട്രാൻസാക്ഷന് അവിടെ TDSഉം അപ്ലിക്കബിൾ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ 1% ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവും. 5,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ ടോട്ടലി നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 1,56,000 ആണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു TDS 5,000 നമുക്ക് മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് 1,51,000 രൂപയാണ് നമ്മൾ ഫൈനൽ ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും ലോസ് കാര്യങ്ങൾ ഇതേപോലെ ലോസ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഈ ഒരു INR പെയറിൽ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം കൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയിലുള്ള ഈ ഒരു ഫ്ലാറ്റ് 30% ടാക്സ് ഇവിടെ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ USDTയിൽ ട്രേഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള 30% അപ്ലിക്കബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ എന്തായാലും ക്രിപ്റ്റോൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.